മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. പട്ടിക്കാട് ഇ.കെ. നായനാർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുക്കൂത്ത് ഷിബു മെമ്മോറിയൽ കർഷകക്ഷേമ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മണ്ണാർമലയിൽ നടന്ന പരിപാടി മുൻ എം.എൽ.എ. വി. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കാർഷിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുക, കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടിക്കാട് ഇ.കെ. നായനാർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പൂക്കൂത്ത് ഷിബു മെമ്മോറിയൽ കർഷക ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത്. മേഖലയിലെ മികച്ച കർഷകനും പൊതുപ്രവർത്തകനുമായ ഷിബുവിന്റെ നാമധേയത്തിലാണ് ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത്. ഷിബുവിന്റെ സ്മരണയ്ക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫൗണ്ടേഷന്റെ പ്രഥമ അവാർഡിന് വൈശ്യർ കോയ അർഹനായി. കൂടാതെ പ്രദേശത്തെ മികച്ച 7 കർഷകരെയും ചടങ്ങിൽ അനുമോദിക്കൽ, തൈ വിതരണം തുടങ്ങിയവയും നടന്നു. മുൻ എം.എൽ.എ. വി. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. മെമ്മോറിയൽ കർഷക അവാർഡിന്റെ വിതരണമാണ് ഇന്നിവിടെ നടന്നത്. ഷിബു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. മണ്ണാർമലയിലെയും പട്ടിക്കാടെയും കീഴാറ്റൂർ പ്രദേശത്തെയും ചെറുപ്പക്കാരുടെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ സംഘടനാ പ്രവർത്തകനായിരുന്നു ഷിബു. ഇവിടെ ഈ ട്രസ്റ്റ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു വലിയ വളർച്ചയാണ് കൃഷിക്കാരെ ആദരിക്കാനും കൃഷിക്ക് പ്രാമുഖ്യം കൊടുക്കാനും തീരുമാനിച്ച ഇന്നത്തെ ഈ പ്രവർത്തനം. ഈ പ്രദേശത്തുള്ള ആബാലവൃദ്ധം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ട്രസ്റ്റിന്റെ നന്മയേറിയ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഈ ട്രസ്റ്റിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും തുടർന്നും ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ട്രസ്റ്റ് ചെയർമാൻ എൻ.കെ. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ജോമി ജോർജ്, സീമ അസീസ്, കെ.പി. നജമുദ്ദീൻ, അനീസ് കുന്നത്തുപറമ്പിൽ, കെ. വികാസ്, സക്കീർ പൂക്കൂത്ത്, വി.പി. ശശീന്ദ്രൻ, കെ.ടി. മുസ്തഫ, സി. അബ്ദുൽ ഹമീദ്, ഫാറൂഖ് പൂക്കൂത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.